16-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ്, പിന്നീട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ, ഉയർച്ച താഴ്ചകൾ, വിജയപരാജയങ്ങൾ, വെല്ലുവിളികൾ എല്ലാത്തിനെയും അതിജീവിച്ച് എത്തിനിന്നത് 30ഓളം രാജ്യങ്ങൾ, ലക്ഷക്കണക്കിന് ബിസിനസ് സംരംഭകർക്ക് വഴികാട്ടിയും മാർഗദർശിയുമായ വ്യക്തി. അങ്ങനെ പറയാനും അറിയാനും ഒരുപാട് വിശേഷണങ്ങളുമുള്ള ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറും ഫൗണ്ടറുമായിട്ടുള്ള ഗിനസ് റഷീദാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സർ, warm welcome to our Inspire Show of Inspiring Stories. Thank you so much. സർ, അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അറിയാനും പറയാനൊക്കെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിനു മുന്നേ സാറിൻ്റെ നാട്, വീട്, കുടുംബം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ മലപ്പുറത്ത് കാളമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഫാമിലി, ഉമ്മ, ഉപ്പ, വൈഫ്, 4 മക്കള്. അതോടൊപ്പം തന്നെ എനിക്കൊരു ബ്രദറുണ്ട്. അദ്ദേഹം തൃശ്ശൂർ കാട്ടൂർ സ്റ്റേഷനിൽ SI ആണ്. അത്ലറ്റിക് ആണ്, നാഷണൽ വിന്നറാണ് സ്പോർട്സിൽ. നിങ്ങൾ 2 ബ്രദേഴ്സ്? രണ്ടാളുകളാണ് മാത്രമേ ഉള്ളൂ. കുട്ടികൾ? 4 പേര്. 3 ആൺകുട്ടികൾ, 1 പെൺകുട്ടി. 3 ആൺകുട്ടികൾ, 1 പെൺകുട്ടി. ഓക്കെ, അപ്പോൾ ഒരു സന്തുഷ്ട കുടുംബമാണ് അല്ലേ? സന്തോഷത്തോടെ. ഓക്കെ, അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഒരു കാര്യമായിരുന്നു 16-ാമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ആ ബിസിനസ്? അതിനുള്ള മൂലധനമൊക്കെ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഒന്ന് പറയാം. ബിസിനസ് എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ വലിയ ആഗ്രഹമായിരുന്നു, ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ള. ബിസിനസ് ചെയ്യുന്നതൊക്കെ നോക്കി കാണാറുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ക്യാപിറ്റൽ വേണമെന്നോ അല്ലെങ്കിൽ അതിനൊരു ക്യാഷ് വേണമെന്നുള്ള കുറിച്ചൊന്നും ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത്. കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ ബിസിനസ് ആശയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. മലപ്പുറത്ത് തന്നെയായിരുന്നു. ബക്ക ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത്. ഒരു ഏജൻസി ആയതുകൊണ്ടും അതുപോലെ സർവീസ് ആയതുകൊണ്ടും കൂടുതൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ചെറിയൊരു ഓഫീസും കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വീട്ടിൽ നിന്നുള്ള ഫർണിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് ചെറിയൊരു ഓഫീസ് തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പണം കൊണ്ട് തന്നെ അതിനൊക്കെ ആവശ്യമായ ബ്രോഷർ, വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി. അങ്ങനെ ആദ്യത്തെ കുറച്ച് ആളുകളെ പിടിച്ച് പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഫസ്റ്റ് ബിസിനസ് ആണെങ്കിലും പക്ക പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കം തന്നെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നത്തെ രീതിയിൽ അറിവ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംരംഭം ഏറ്റവും നല്ല രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ അറിയാത്തൊരു കാര്യത്തിലേക്ക് പക്ഷേ അത് ആ പരാജയമാണ്. നമ്മളെ പരാജയങ്ങളാണല്ലോ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള വഴികൾ പറഞ്ഞിരുന്നു. നമ്മുടെ ബാഡ് ഡിസിഷൻസ് ആണ് നമ്മുടെ ബെസ്റ്റ് ഡിസിഷൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ഡിസിഷൻ. അപ്പോൾ ആ ബാഡ് എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും നല്ല പരാജയം എന്നാണ് പറയാറ്. പരാജയങ്ങൾ ഇറ്റ്സ് നോട്ട് ഫെയിലിയർ, ഇറ്റ് ഇസ് ദ ലേണിംഗ്. അപ്പോൾ ഒരു പഠനമാണല്ലോ. പരാജയങ്ങൾ പലപ്പോഴും പരീക്ഷണത്തിലേക്ക് എത്തിക്കുന്നു. ആ ഫെയിലിയറിന് കിട്ടിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് റോങ്, എന്താണ് റൈറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ മുന്നിലേക്ക് പോകാനുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു മനസ്സ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ തുടക്കത്തിൽ പഠിച്ച പാഠങ്ങളിൽ നിന്നാണ് അടുത്തൊരു തലത്തിലേക്ക് അതിനെങ്ങനെ പ്രൊഫഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിലൊരുപാട് പരാജയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 4 ഇയേഴ്സ് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് ഉംറ സർവീസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഏത് വർഷത്തിലായിരുന്നു? 2001 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ലീഡിങ് നല്ലൊരു കോമ്പറ്റീഷൻ ആ സമയത്ത് നല്ല കോമ്പറ്റീറ്റർമാർ, ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്ന് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ബെസ്റ്റ് സർവീസ് കൊടുക്കുവാനും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെയും ഏറ്റവും നല്ല കാരണം ഏതൊരു സംരംഭം വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ സർവീസിലായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് നമുക്കന്ന് ലീഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിലെ സംരംഭത്തിന് എപ്പോഴും സംരംഭം 3 രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ അക്വയർ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ബാങ്കോ ലോണോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഷെയർ വിറ്റിട്ടായിരിക്കും. അപ്പം നമ്മളവിടെ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെയാണ് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുള്ള ക്യാഷ് മേടിച്ചത്. അത് അഡ്വാൻസ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഒരു 6 മാസം മുമ്പ് തന്നെ പാക്കേജിലേക്കുള്ള ക്യാഷ് ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കസ്റ്റമർ ക്യാഷ് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് തരണമെന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല ട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു എൻ്റെ ഗുരുനാഥന്. അദ്ദേഹവും ഞാനുമാണ് ആ ഒരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഒരു ട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ട് കസ്റ്റമറുടെ അഡ്വാൻസിൽ നിന്നാണ് നമ്മളത് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ്. കാരണം എന്ന് വെച്ചാൽ ഈ അഡ്വാൻസ് വാങ്ങുന്ന സമയത്ത് നല്ല സർവീസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും. കാരണം ഈ അഡ്വാൻസ് വാങ്ങിയ ആൾക്കാരുടെ ഒരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ സർവീസും നന്നായിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് റെഫറൻസ് വന്നു. പിന്നെ കസ്റ്റമറെ നമ്മൾ സക്സസ്ഫുൾ
സക്സസ്ഫുൾ ആക്കി വളരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന സമയത്ത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരുപാട് റെഫറൻസ് വരും. ഈ റെഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് റെഫറൻസ് വന്നു, അങ്ങനെ ഒരാൾ തന്നെ 10 ആളെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറി. അതാണല്ലോ ഏറ്റവും ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ റെഫറൻസിലൂടെ വലിയ രീതിയിൽ ഇത് വൈഡായി. അങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റിയത് കുറഞ്ഞ പ്രായത്തിൽ. ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടുള്ള ആ ഒരു അനുഭവം ഉണ്ടായിരുന്നോ? ഇല്ല, എന്റെ കുടുംബത്തിൽ എന്റെ ഉപ്പായുടെ ജ്യേഷ്ഠന് ചെറിയൊരു സ്റ്റേഷനറി കട നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചെറിയ കുട്ടിയാവുന്ന സമയത്തൊക്കെ കടയിൽ ഇടക്ക് കൊണ്ടുപോയിരുന്നു. അപ്പൊ ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ആ കച്ചവടമൊക്കെ വാച്ച് ചെയ്യുമായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഡക്ട്സുകളൊക്കെ ഇൻവെന്ററി ഒക്കെ മാനേജ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു സാധനം ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്, ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന സെയിൽസ്മാൻമാരെ കാണാറുണ്ട്. പക്ഷെ എന്റെ മുത്തപ്പ, എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന് അദ്ദേഹം ഇപ്പൊ തീർന്നിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് കസ്റ്റമർ ചിന്തിക്കുന്നത് ചില സാധനം അവിടെ ഉണ്ട്, അപ്പൊ ജസ്റ്റ് തീർന്നു പോയതാണ്. അപ്പൊ കസ്റ്റമർ നഷ്ടപ്പെടാതെ അയാളെ കെയർ ചെയ്യുന്നത് കസ്റ്റമർ അപ്പൊ വീണ്ടും വരും. അല്ലെങ്കിൽ കസ്റ്റമർ അവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് ലൈഫ് ലോങ്ങിലേക്ക് കസ്റ്റമർ നഷ്ടപ്പെടും. അപ്പൊ ഒരു കസ്റ്റമറെ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുന്ന അത്രയും സ്ട്രാറ്റജി, കാരണം ആ സാധനം അവിടെ ഇല്ല, പക്ഷെ അത് ജസ്റ്റ് തീർന്നിട്ടുള്ളൂ എന്ന് പറയുന്ന ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സാർ ട്രാവൽസ് തുടങ്ങി, അത് പറഞ്ഞു വളരെ മനോഹരമായ പരാജയമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിലേക്കാണ് സാർ പോയത്? ഞാൻ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നത്. മറ്റേത് ട്രാവൽ ഏജൻസിയിലേക്ക് വരുന്നത് ഇൻസിഡന്റലി വന്നതാണ്. പക്ഷെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങണം. അങ്ങനെ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തുടങ്ങുകയും ചൈന, ഹോങ്കോങ്, അതുപോലെ തായ്ലാൻഡ് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഗുഡ്സുകൾ എടുത്തുകൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ബിസിനസ്. അതൊരു ഏജൻസിയാണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ്, കൺസ്യൂമർ പ്രൊഡക്ട്സുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ജനറൽ ആയിട്ട് സർവീസ് കൊടുത്തിരുന്നത് മറ്റുള്ള ആളുകൾക്ക്, അതായത് ചൈനയിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത്. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോം ചെയ്യുകയും ആ കമ്പനിയിൽ ഒരുപാട് ആളുകളെ ചൈനയിലേക്കും അതുപോലെ തായ്ലാൻഡിലേക്ക് കൊണ്ടുപോയി പർച്ചേസ് ചെയ്ത് അവരുടെ സാധനങ്ങൾ ഷിപ്പ് ചെയ്ത് കൊച്ചിയിൽ വന്നിട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്തായിരുന്നു അടുത്തൊരു ബിസിനസ്? അതിനുശേഷം പിന്നെ ഞാൻ എന്നായിട്ട് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡ് ചെയ്തെടുത്തു, വിന്റേജ് എന്നുള്ളൊരു ബ്രാൻഡ്. ആ വിന്റേജ് എന്നുള്ള ബ്രാൻഡിൽ ബിൽഡിംഗ് മെറ്റീരിയൽ റൂഫിംഗ് ടൈൽസ് ആണ്, അതായത് സെറാമിക് റൂഫ് ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വേൾഡിലെ ഡിഫറെന്റ് ആയിട്ടുള്ള 20 റൂഫ് ടൈൽസുകളുണ്ട്. അതിനെ കംപ്ലീറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് റൂഫിംഗ് ടൈൽസിന്റെ മാത്രമായിട്ടുള്ള ഷോറൂമുകൾ തുടങ്ങുകയും റൂഫിംഗ് ടൈൽസ് വിന്റേജ് എന്നുള്ള ബ്രാൻഡിൽ ആദ്യം ഡെവലപ്പ് ചെയ്തത് എന്റെ ഒരു കമ്പനിയായിരുന്നു. അപ്പൊ അത് വിജയമായിരുന്നു? അത് വിജയമായിരുന്നു. അതിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളൊക്കെ ബ്രേക്ക് ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഫെയിലിയറിനും നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ആപ്പിളിന്റെ ഫോൺ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ മാറ്റുന്നതൊക്കെ ബെറ്റർ ദാൻ യെസ്റ്റർഡേ ആണ്. അപ്പൊ നമ്മൾ ഓരോ പ്രൊഡക്ട്സുകളും ഇറക്കുമ്പോഴും ഓരോ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുമ്പോഴും ഓരോ പ്രോസസ്സിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ പ്രോഗ്രസ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാ മൂവ്മെന്റുകളിലും ഫെയിലിയർ ഉണ്ടാവും, എല്ലാ മൂവ്മെന്റിലും ഫാൾട്ട് ഉണ്ട്. പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, എന്നിൽ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. ലോകത്ത് അങ്ങനെ ഒരാൾക്കും ഒരു പ്രൊഡക്റ്റോ സർവീസോ ചെയ്യാൻ കഴിയില്ല. ഇത്രയേ പറ്റുള്ളൂ. ആ മിസ്റ്റേക്കിനെ തിരുത്തിക്കൊണ്ട് അടുത്ത സർവീസിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അത് പ്രൊഡക്റ്റ് ബേസ് ആവട്ടെ, സർവീസ് ബേസ് ആവട്ടെ. അപ്പൊ എനിക്ക് അറിയാം ഞാൻ ചെയ്യുന്നതിൽ എന്തായാലും 80-20 ഉണ്ടാവുള്ളൂ, 20% മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ ആ മിസ്റ്റേക്കിനെ ഐഡന്റിഫൈ ചെയ്യുകയും അടുത്തൊരു ട്രാൻസാക്ഷനിൽ അത് തിരുത്താൻ, അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബാൻഡ് കെട്ടിയിട്ടായിരുന്നു നമ്മൾ റൂഫ് ടൈൽസ് ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അതിന്റെ പല സൈഡും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ബോക്സ് 4 ഭാഗത്ത് ബോക്സ് കൊണ്ടുവരാൻ പറ്റും. ആ സമയത്ത് റിയലൈസ് ചെയ്ത് ബോക്സ് കൊണ്ടുവരുന്ന സമയത്ത് കവർഡ് ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കസ്റ്റമേഴ്സിന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോർണർ മാത്രം പ്രൊട്ടക്ട് ചെയ്തു. ഇങ്ങനെ ഓരോ സമയങ്ങളിൽ പാക്കിങ്ങിലാവട്ടെ, അതിന്റെ സൈസിലാവട്ടെ, അതിന്റെ മെറ്റീരിയലാവട്ടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മളൊരു വർക്കിംഗ് പ്രോഗ്രസിന്റെ ബോർഡ് നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് തിരുത്താനും മാറ്റാനും വിജയിക്കാനൊക്കെ വളരെ ഈസിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്.